ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐ ലവ് യു ബൊക്കെയാണ്. വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരുവാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഐ ലെറ്ററാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു മാജിക് റിങ് ചെയ്യുക. എന്നിട്ട് ആ റിങ്ങിലോട്ട് 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യുക. ആ യാണൊന്ന് പുള്ളി ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തിട്ട് 8 സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് റൗണ്ട് 2 ആയിരുന്നു. റൗണ്ട് 10 വരെ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഇത് റൗണ്ട് 10 ആണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാണൊന്ന് ഇതുപോലെ കുറച്ച് ബാക്കി വെച്ചിട്ട് എടുക്കുക. ഇനി ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു യാൺ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ വെച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഐ ലെറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെമ്മ് അറ്റാച്ച് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു വയർ സ്റ്റെമ്മ് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ബാക്കി റിമൈനിങ് യാൺ വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് യാൺ നന്നായിട്ട് പുള്ള് ചെയ്യുക. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക.
ഇനി നമ്മുടെ റൗണ്ട് 2 എന്ന് പറയുന്നത് 6 ഇൻക്രീസ് ആണ്. ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷേ നമ്മൾ സെയിം സ്റ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ മൊത്തം നമുക്ക് അപ്പോൾ 12 സിംഗിൾ ക്രോഷേ കിട്ടും. അതാണ് റൗണ്ട് 2 എന്ന് പറയുന്നത്. റൗണ്ട് 3 എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ 1 ചെയ്യുക, എന്നിട്ട് 12 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിൽ. അതുപോലെ നമുക്ക് റൗണ്ട് 2 നിന്ന് കിട്ടിയ 12 സ്റ്റിച്ചസിൽ 12 സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന സിംഗിൾ ക്രോഷേയിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചിന് ശേഷം ഫാസ്റ്റൺ ഓഫ് ചെയ്യുക, നൂല് വലിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ ചെയ്യും. രണ്ടെണ്ണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് കഴിയുമ്പം ലാസ്റ്റ് ആ ഫാസ്റ്റൺ ഓഫ് ചെയ്യണ്ട, അതിന് പകരം നമ്മളിത് രണ്ടും ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആദ്യം ചെയ്തിരിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട്, അല്ലെങ്കിൽ ആ നൂല് നീണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറയുള്ള സ്റ്റിച്ചിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. 12 സിംഗിൾ ക്രോഷേ ഒരു സൈഡിലും, അത് കഴിഞ്ഞിട്ട് ബാക്കി 12 സിംഗിൾ ക്രോഷേ മറ്റേ സൈഡിലും. അത് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടിക്കോളും. അപ്പോൾ R4 എന്ന് പറയുന്നത് ടോട്ടൽ 24 സിംഗിൾ ക്രോഷേ വരും. റൗണ്ട് 5 എന്ന് പറയുന്നത് നമ്മൾ 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യുക. ഇനി റൗണ്ട് 6 എന്ന് പറയുന്നത് 4 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1 2 3 4 എന്നിട്ട് 2 ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൂപ്പ് എടുക്കുക, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലൂടെ ഒന്ന് ലൂപ്പ് എടുക്കുക. അപ്പം നമ്മുടെ ഹുക്കിൽ ഇപ്പോൾ 3 ലൂപ്സ് ഉണ്ട്. എന്നിട്ടൊന്ന് അടുത്ത ലൂപ്പിനെ എല്ലാത്തിലൂടെ കൂടി വലിച്ചെടുക്കുക. അതുപോലെ 2 ഡിക്രീസ് ചെയ്യുക. എന്നിട്ട് 8 സിംഗിൾ ക്രോഷേ ചെയ്യുക.
എന്നിട്ട് 2 ഡിക്രീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 4 സിംഗിൾ ക്രോഷയും കൂടി ചെയ്യുക. R7ഉം R8ഉം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റഫ് ചെയ്യുവാണ്. ഫൈബർ ഫില്ല് വെച്ചിട്ടോ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പീസസ് ആണ്. ഇപ്പം എനിക്ക് ടിഷ്യൂ കുഴപ്പമില്ലാത്ത പോലെ തോന്നി, അപ്പോൾ നമുക്ക് ടിഷ്യൂ ആണെങ്കിലും സ്റ്റഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റഫ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് റൗണ്ട് R9 എന്ന് പറയുന്നത് ചെയ്യുക. 6 ഡിഗ്രീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ഫാസ്റ്റൻ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് നമ്മുടെ യു ലെറ്ററാണ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് മാജിക് റിംഗ് വെച്ചിട്ട്, എന്നിട്ട് ചെയിൻ 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് മാജിക് റിങ്ങിലോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് ചെയിൻ 1 ചെയ്യുന്നു. നമ്മുടെ റൗണ്ട് 2 മുതൽ റൗണ്ട് 20 വരെ സെയിം പാറ്റേൺ ആണ്. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പം അത് ചെയ്ത് കഴിയുമ്പം ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റഫ് ചെയ്യുക, ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ പാടായിരിക്കും. കുറച്ചൊരു റൗണ്ട് 1 to 5 എത്തിക്കഴിയുമ്പോൾ ഒന്ന് സ്റ്റഫ് ചെയ്യുക, 5 to 10 എത്തിക്കഴിയുമ്പോൾ വീണ്ടും സ്റ്റഫ് ചെയ്യുക, അങ്ങനെ സ്റ്റഫ് ചെയ്യുക. നമ്മുടെ ഈ യു ഷേപ്പാക്കാൻ നമ്മൾ സ്യൂ ചെയ്യണം. ഇതിങ്ങനെ ഒരു ത്രെഡ് യൂസ് ചെയ്യുക.
എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു നോട്ട് ഇടുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ നമ്മുടെ വയർ ഇൻസേർട്ട് ചെയ്യുക. ഇനി യു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നീഡിലെടുക്കുക, അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടിങ്ങനെ വലിച്ചെടുക്കുക. ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും, എനിക്കത് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് അടുത്ത സ്റ്റിച്ചിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു നോട്ട് പോലെ ഇടുകയാണ്, സ്ലിപ്പ് നോട്ട് പോലെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലൂടെ, ഇതാണ് നമ്മൾ നോട്ട് ഇടുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു നോട്ട് ഇടുക. ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും നമ്മൾ ഇങ്ങനെ കുറച്ചായിട്ട് നീഡിൽ കയറ്റി, അപ്പോൾ നമുക്കൊരു യു ഷേപ്പ് പോലെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറെല്ലാം ഗ്ലൂ ചെയ്യുക, സ്റ്റെം ഗ്ലൂ ചെയ്യുക. ഇങ്ങനെ ഒരു ഗ്രീൻ യാൺ വെച്ചിട്ട് എല്ലാം ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യാം, ബൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.